ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ PSLV-60 വിക്ഷേപണ വിജയം. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനായുള്ള സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുവാൻ PSLVക്കായി. ജനുവരി 7-നാണ് ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഡോക്കിംഗ് നടക്കുക. സ്പേഡെക്സ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് ISRO അറിയിച്ചു. PSLV റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറുപരീക്ഷണങ്ങൾ നടത്തുവാൻ അവസരം നൽകുന്ന പോയം പദ്ധതിയുടെ ഭാഗമായി 24 ചെറുപരീക്ഷണങ്ങളും ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെ IIST വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് 2 അഥവാ ഗ്രേസ് എന്ന പേലോഡുമുണ്ട്. ബഹിരാകാശത്ത് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കുവാൻ കെൽപ്പുള്ള യന്ത്രക്കൈയും ഭാവിയിൽ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കുവാൻ പദ്ധതിയിടുന്ന വാൾക്കിംഗ് റോബോട്ടിക് ആമും ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സും പേലോഡുകളിൽ ചിലതാണ്. 2024 ഡിസംബർ 30-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലുള്ള 1ാം വിക്ഷേപണ തറയിൽ നിന്നാണ് സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. പുതുവർഷത്തിൽ ജനുവരി 7-ന് ഇരു ഉപഗ്രഹങ്ങളും ഇസ്രോ സംയോജിപ്പിച്ച് ഒന്നാക്കി മാറ്റും. ഇരു കൃത്രിമ ഉപഗ്രഹങ്ങളും തമ്മിലുള്ള അകലം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചുകൊണ്ടുവന്നാണ് ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് ചെയ്യുക. ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ വിജയിപ്പിക്കുന്ന 4ാമത്തെ രാജ്യമാകുവാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഇതുവരെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേയുള്ളൂ.